ഇന്ന് ഞാനിതാ ലിവർ കൊണ്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. എന്ത് ലിവർ എന്നല്ലേ, മട്ടൻ ലിവറാണ്. അപ്പോൾ നാട്ടിൽ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം എല്ലാ വീട്ടിലും ബീഫ് കൊണ്ടുള്ള ഒരു കളികളായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെയൊന്നും അങ്ങനെ ബീഫോ ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാനിതാ കുറച്ച് ലിവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് തേങ്ങ കൊത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളകും എല്ലാം റെഡിയാക്കി പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ സാധനവും ഓരോന്നായി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായി വഴറ്റിയ ശേഷം ഓരോന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കറക്റ്റ് റെസിപ്പി ഞാൻ എത്ര അളവ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതാം കേട്ടോ. ഇനി നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഗരം മസാലേൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോയിൽ. ഇനി നമ്മൾ വേവിച്ച് വെച്ച ലിവറും കൂടി ചേർത്ത് നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ഗ്രേവിയെല്ലാം വറ്റിച്ചെടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പിലയും കുരുമുളക് പൊടിയും പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഒരു അടിപൊളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചിക്കനിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ചപ്പാത്തി, പൊറോട്ട, പൂരി അതിൻ്റെയൊക്കെ കൂടെ അടിപൊളിയായിരിക്കും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ.